ആളിന്റെ പെരുപ്പത്തിലല്ല, ആത്മാവിന്റെ ഒരുക്കത്തിലെ പ്രിയരെ കർത്താവ് വെളിപ്പെടുന്നത്. സ്തോത്രം. 2-3 പേർ എന്റെ നാമത്തിൽ ഐക്യതയോടെ എവിടെ കൂടുന്നു അവരുടെ മധ്യത്തിൽ ഞാനുണ്ടെന്ന് അരുളി ചെയ്ത യേശു കർത്താവ്. സ്തോത്രം. അത് പറയുന്ന എല്ലാം ഇങ്ങനെ കേട്ടോണ്ടിരിക്കരുത്. ഇപ്പൊ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കണം. അങ്ങനെയല്ലേ പൗലോസിന്റെ പ്രസംഗം അവർ വീട്ടിൽ പോയി വായിച്ചു നോക്കും. ഈ മനുഷ്യൻ പറഞ്ഞാലും കറക്റ്റ് ആണോ? ചുമ്മാ ഒരു ചർച്ചിന്റെ ശുശ്രൂഷകനായിട്ട് കയറി നിൽക്കുകയല്ല, അതിനകത്ത് വില കൊടുത്താലേ നിൽക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് ഇഷ്ടമുള്ളത് പലതും വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിൽക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് ഇഷ്ടമുള്ള പലതും ഞാൻ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അവൻ എന്തിനാണെന്നറിയാമോ? ചിലതിനെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. സ്തോത്രം. ദർശനങ്ങൾ, വെളിപ്പാടുകൾ നിങ്ങൾ കാണണം. സ്തോത്രം. ഹല്ലേലൂയ. അവൻ നമുക്ക് ഇഷ്ടമുള്ള പലതും ഒരു പക്ഷെ നമുക്ക് വേണ്ടെന്ന് വെക്കേണ്ട വരും. എന്റെ പ്രിയപ്പെട്ട എത്രയോ കൂട്ടുകാരെ ഞാൻ പാസ്റ്റർ ആയതുകൊണ്ട് മാറിപ്പോയിട്ടുണ്ടെന്ന് അറിയാമോ? അത് എന്നെ ബാധിക്കുന്ന കേസല്ല. കാരണം അവനെക്കാട്ടിലും വലിയൊരു സുഹൃത്തിന് എന്റെ ദൈവം എനിക്ക് നൽകി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആര് മാറിയാലും സ്തോത്രം മാറാത്ത ഒരു ദൈവമുണ്ട്. ആര് മാറിയാലും മാറാത്ത ഒരു തമ്പുരാനുണ്ട് പ്രിയപ്പെട്ടവരെ. സ്തോത്രം. റോമർ ചാപ്റ്റർ 6 വേഴ്സ് 1 പ്ലീസ്. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ വരേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? എന്നിട്ട് പൗലോസ് ഉത്തരം പറയാ, ഒരു നാളും അരുത്. കാരണം കൊരിന്ത്യ സഭയ്ക്കകത്ത് ഒരു പഠിപ്പിക്കൽ ഇറങ്ങി വന്നു. പൗലോസ് പറഞ്ഞ വാക്കിനെ ദുർവ്യാഖ്യാനം ചെയ്തു. കൃപ വരണമെങ്കിൽ പാപം ചെയ്യണമെന്ന്. മനസ്സിലാകുന്നുണ്ടോ? ഈ പഠിപ്പിക്കൽ ഇപ്പോഴും ഉണ്ട്. സ്തോത്രം. പാപം ചെയ്യുന്ന ഇടത്ത് കൃപ പെരുകും. അതുകൊണ്ട് പാപമുള്ളിടത്ത് കൃപ പൊതിഞ്ഞുകൊള്ളും. നീ പാപം ചെയ്താലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്ന് പഠിപ്പിക്കുന്ന പഠിപ്പിക്കലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്ത്യകാലഘട്ടമായി കാലഘട്ടം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം. പൗലോസ് അവിടെ പറയുകയാണ്, അത് തെറ്റാണ്, ഒരു നാളും അത് അരുത്. കൃപ പെരുകാൻ വേണ്ടിയിട്ട് പാപം ചെയ്യാനല്ല ഞാൻ പറഞ്ഞത് മറ്റൊരു കാര്യമാണ്. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യം വായിച്ചേ. ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്ന് വന്നു. എങ്കിലും പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. ഈ വാക്യത്തെ ദുർവ്യാഖ്യാനം ചെയ്തത് എങ്ങനെയാ? നമുക്ക് പെട്ടെന്ന് തോന്നുന്നത് എങ്ങനെയാ? ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ ചേർന്ന് വന്നു. എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും അല്ലെ? കാരണം ലംഘനം പെരുകിയെടുത്ത് ന്യായപ്രമാണം വന്നെങ്കിൽ പാപം പെരുകുന്നിടത്ത് എന്നാ വരും? കൃപ വരും. അങ്ങനെയാണ് നാളെ നമുക്ക് പാപം ചെയ്യാന്നാണോ? സോദരം, ഇങ്ങനത്തെ പഠിപ്പിക്കല ഇപ്പൊ പഠിപ്പിക്കുന്നത് എനിക്കറിയാം. അതുകൊണ്ട് ദുരുപദേശകന്മാര് വരുമ്പോഴേ അതുകൊണ്ട് നിങ്ങൾ വചനത്തിൽ തികവുള്ളവരായി തീരണം എന്ന് ഞാൻ പറയുന്നത്. സോദരം, ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ മറ്റൊരു ശുശ്രൂഷകൻ ഇവിടെ കടന്നു വരുമ്പോ അവൻ ഏത് തരത്തിലാണ് ആ മനുഷ്യൻ ശുശ്രൂഷിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. നിങ്ങൾ മനസ്സിലാക്കണം. അതിനാ വചനത്തിൽ നിറവ് നിങ്ങൾക്ക് വേണമെന്ന് പറയുന്നത്. മനസ്സിലായോ? അല്ലാതെ പറയുന്ന എല്ലാം ഇങ്ങനെ കേട്ടോണ്ടിരിക്കരുത്. ഇപ്പൊ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കണം. അങ്ങനെയല്ലേ പൗലോസിന്റെ പ്രസംഗം അവർ വീട്ടിൽ പോയി വായിച്ചു നോക്കും. ഈ മനുഷ്യൻ പറഞ്ഞാലും കറക്റ്റ് ആണോ? നിങ്ങൾ വായിച്ചു നോക്കണം. ദുരുപദേശകന്മാരെ ചർച്ചിനകത്ത് കയറ്റരുത്, വീട്ടിനകത്ത് കയറ്റരുത്. സ്തോത്രം. ശത്രു ഒരുക്കുന്ന ഏറ്റവും വലിയ കെണിയാണ്. സ്തോത്രം. അതെന്താ സംഭവിച്ചത്? ഇപ്പോഴത്തെ യുവതലമുറകൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്താണോ അത് മുമ്പിൽ കൊണ്ടുവന്ന് വചനത്തിൽ കൂടി അതിനെ പ്രൊജക്ട് ചെയ്ത് കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവർ അയ്യോ വചനത്തിൽ ഇതൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ കുഴപ്പം, കർത്താവ് ക്ഷമിക്കുന്നവനാണ്, നമുക്കെല്ലാം ചെയ്യാമല്ലോ എന്ന ചിന്താഗതി അകത്തോട്ട് കയറി വരിക. അപ്പൊ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ ചേർന്നു എന്ന് പറഞ്ഞതിന്റെ കാര്യം, ന്യായപ്രമാണം വന്നപ്പോഴാണ് മോഹിക്കരുത് എന്ന് പറയുന്ന സംഭവം അവരറിയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കൽപ്പന വന്നപ്പോഴാണ് നിയമം അറിഞ്ഞത്. അതുവരെ അവർക്കത് അറിയത്തില്ലായിരുന്നു. പഴയ നിയമത്തിനകത്ത് ജനം വഷളത്വത്തിലേക്ക് പോയപ്പോ ദൈവം മോശയിൽ കൂടി ന്യായപ്രമാണം കൊടുത്തു. എന്നിട്ട് 10 കൽപ്പന കൊടുത്തു. ഈ കൽപ്പന കൊടുത്തപ്പോഴേ ഇവരറിഞ്ഞത് ഈ സംഭവം ചെയ്യരുതെന്ന്. ചെയ്യരുതാത്ത സംഭവമാണെന്ന് അറിഞ്ഞപ്പോഴാണ് ചെയ്യരുതാത്തത് ചെയ്ത് നോക്കാൻ അവർക്ക് കൂടുതൽ ആഗ്രഹം തോന്നിയത്. അങ്ങനെ ന്യായപ്രമാണം വന്നപ്പോ എന്നാ വന്നു? ലംഘനം പെരുകി.
ഇപ്പൊ നമ്മുടെ കൊച്ചിനോട് അത് ചെയ്യരുതടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അത് ചെയ്ത് നോക്കും. മനസ്സിലാവുന്നുണ്ടോ? ഹവ്വായോട് കഴിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ കഴിച്ചു നോക്കാൻ അവൾക്ക് തോന്നി. ഇത് ജഡത്തിന്റെ പ്രവൃത്തിയാ. ഇത് നമ്മളിലുണ്ട്, ഇത് നമ്മളിനകത്ത് ഉണ്ട്. എന്ത് അരുത് എന്ന് പറയുന്നോ അത് ചെയ്ത് നോക്കണമെന്ന ആഗ്രഹം ജഡത്തിൽ കയറി വരും. മനസ്സിലാവുന്നുണ്ടോ? ജഡത്തിൽ കയറി വരും. എന്ത് അരുത് എന്ന് പറയുന്നോ അത് ചെയ്തു നോക്കാനുള്ള ആഗ്രഹം ജഡത്തിൽ കയറി വരും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ജഡാഭിലാഷവും ആത്മാഭിലാഷവും തമ്മിൽ പോരാട്ടത്തിലാണെന്ന്. ആത്മാവും ജഡവും തമ്മിൽ ചേരത്തില്ല പ്രിയരെ. സ്തോത്രം. ജഡം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ആത്മാവ് അകത്ത് പറയും അരുതെന്ന്. അരുതെന്ന് പറയുമ്പോൾ നമുക്കത് ചെയ്തു നോക്കാൻ തോന്നും. ഇങ്ങനെയാ പാപം ചെയ്യുന്നത്. അപ്പൊ ന്യായപ്രമാണം കർത്താവ് കൊണ്ടുവന്നത് ലംഘനം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം കൊണ്ടുവന്നത്. പക്ഷെ ന്യായപ്രമാണം വന്നപ്പോൾ അവിടെ ലംഘനം പെരുകി. ലംഘനം പെരുകി. ന്യായപ്രമാണം പാപമല്ല, ന്യായപ്രമാണം പാപം എന്നല്ല പറഞ്ഞേ. ന്യായപ്രമാണം ഉള്ളിടത്ത് ലംഘനങ്ങൾ പെരുകുവാൻ തുടങ്ങി. അടുത്തത് വായിച്ച് അതിന്റെ തൊട്ട് താഴോട്ട്. ലംഘനങ്ങൾ പെരുകുവാൻ തുടങ്ങി. പിന്നെ ന്യായപ്രമാണം എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. റോമർ 4:15 ഒന്ന് വായിച്ചേ. ന്യായപ്രമാണമില്ലാത്തിടത്ത് ലംഘനമില്ല. അപ്പൊ കർത്താവ് എന്ത് ചെയ്തു? ന്യായപ്രമാണത്തെ അങ്ങ് മാറ്റി വെച്ച് എന്താ ചെയ്തു? കൃപ അത്യന്തം പെരുകാൻ വേണ്ടിയിട്ട് കൃപയെ അങ്ങോട്ട് ഒഴുക്കി വിട്ടു. കൃപയെ അങ്ങോട്ട് ഇറക്കി വിട്ടു. മനസ്സിലാകുന്നുണ്ടോ? കൃപയെ ഇറക്കി വിട്ടു. അപ്പൊ എന്തുവായി കൃപ? പാപം പെരുകിയെടുത്ത് എന്നാ വന്നു? കൃപ വന്നു. കൃപ വന്നിടത്താണോ പാപം വന്നേ? അല്ലല്ലോ. കൃപ വന്നിടത്തല്ലല്ലോ പാപം. പാപം പെരുകിയെടുത്ത് കൃപയല്ല വന്നേ. പാപം പെരുകിയെടുത്ത് കൃപ വന്നു. ആ കൃപ വരുന്ന എന്തിനാണെന്നറിയാമോ? പാപത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. സ്തോത്രം. ഇനി എന്തുവാ കൃപ? കൃപ എന്തുവാ? ന്യായപ്രമാണത്തെ വിട്ടപ്പം ലംഘനം പെരുകി. ലംഘനം എങ്ങനെ പെരുകി കൂടിയപ്പം ഈ പെരുകിയ ലംഘനത്തെ ഇനി കളയണമെന്നുണ്ടെങ്കിൽ കൃപ വന്നാലേ പറ്റത്തുള്ളൂ. ദൈവത്തിന് മനസ്സിലായി. സ്തോത്രം. അപ്പൊ കൃപയെ ദൈവം അയച്ചു. അതാണ് തീത്തോസ് 2:11 വാക്യം വായിച്ചേ. തീത്തോസ് 2:11. Titus chapter 2:11. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ എന്തുവാ ദൈവകൃപ? സകല മനുഷ്യർക്കും പ്രത്യാശകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അതാ നമ്മുടെ യേശു കർത്താവ്. സ്തോത്രം. ആമേൻ. ദൈവകൃപ ഉദിച്ചുവല്ലോ. അതാ നമ്മുടെ യേശു കർത്താവ്. അപ്പം ലംഘനം പെരുകിയെടുത്ത്, പാപം പെരുകിയെടുത്ത് യേശു കർത്താവ് കടന്നു വരികയാണ്. സ്തോത്രം. ആമേൻ. ന്യായപ്രമാണം ദൈവം കൊണ്ടുവന്നു. ന്യായപ്രമാണം മുഖേന അവൻ കാര്യങ്ങൾ മൊത്തമായി പരിഹരിക്കാൻ പറ്റാതെ വന്നു. അപ്പോൾ അവിടെ ലംഘനങ്ങൾ പെരുകുവാൻ തുടങ്ങി. കൊല ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ കൊല ചെയ്യുവാൻ തുടങ്ങി. വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ വ്യഭിചാരം ചെയ്യുവാൻ തുടങ്ങി. അവൻ സ്തോത്രം. മോഷ്ടിക്കരുതെന്ന് പറഞ്ഞപ്പോൾ കള്ളന്മാരുടെ എണ്ണങ്ങൾ കൂടാൻ തുടങ്ങി. ഹല്ലേലൂയ. ആമേൻ. അത് മനുഷ്യന്റെ സ്വഭാവമാ. ഇവിടെ തുപ്പരുതെന്ന് പറഞ്ഞാൽ അവൻ അവിടെ തുപ്പിയേ പറ്റൂ. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ വേസ്റ്റ് ഇടരുതെന്ന് പറഞ്ഞാൽ അവിടെ ഇട്ടേ പറ്റൂ. വേസ്റ്റ് ബിൻ മുമ്പിൽ വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഇടാൻ പറഞ്ഞാലും ചിലവർ അതിനകത്ത് ഇടത്തില്ല, മാറ്റി ഇടത്തുള്ളൂ. ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന ഒരു സ്പിരിറ്റ്. സ്തോത്രം. ഹല്ലേലൂയ. അതിങ്ങനെ മനുഷ്യന്റെ ജഡത്തെ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പാപം പെരുകാൻ തുടങ്ങിയപ്പോൾ അവൻ ദൈവത്തിന് മനസ്സിലായി ഈ പാപത്തിൽ നിന്നും അവൻ ഈ മനുഷ്യനൊരു മോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് അവൻ ദൈവകൃപയാലേ സാധിക്കത്തുള്ളൂ. അങ്ങനെയാണ് സ്തോത്രം ബെത്ലഹേമിൽ കർത്താവായ യേശു ക്രിസ്തു ഉദിച്ചത്. ഹല്ലേലൂയ. ഇനി ദൈവകൃപ വന്നിട്ടും വലിയ വ്യത്യാസമുണ്ടോ? സ്തോത്രം. വലിയ വ്യത്യാസമുണ്ടോ? യോഹന്നാൻ 1:14 വായിച്ച. യോഹന്നാൻ 1:14. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി
നമ്മുടെ ഇടയിൽ പാർത്തു. എന്നിട്ടും നാം അവനെ തിരിച്ചറിയുന്നുണ്ടോ? ജഡമായി തീർന്ന യഹൂദന്മാർ, വചനം ജഡമായി തീർന്ന് കൃപയാൽ ദൈവമായ യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്നിട്ട് പോലും തിരിച്ചറിയാതെ പോയി. എന്തിനു പറയുന്നു? കർത്താവ് പോയപ്പോൾ അവൻ പറഞ്ഞിരിക്കുന്ന അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് അറിയാമോ? ഞാൻ പോയതുപോലെ തിരികെ വരും. പക്ഷേ ഞാൻ തിരികെ വരുന്നത് വരെ നിങ്ങളെ നോക്കാൻ വേണ്ടി കാര്യസ്ഥനായി ഞാൻ പരിശുദ്ധാത്മാവിനെ അയക്കും. ആ പരിശുദ്ധാത്മാവും നമ്മുടെ ഇടയിൽ പാർക്കുന്നുണ്ട് എന്ന് നാം അറിയുന്നുണ്ടോ? സ്തോത്രം. അത് അറിഞ്ഞുകൊണ്ടാണോ നാം ജീവിക്കുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാൻ 1:16 വായിച്ചേ. യോഹന്നാൻ 1:16. യേശു ക്രിസ്തുവിന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചു. ആമേൻ. അപ്പം ക്രിസ്തു നമ്മുടെ അകത്തേക്ക് ഒഴുകി വരുമ്പോൾ പാപം നമ്മളിൽ നിന്നും പുറത്തേക്ക് ചാടും. മനസ്സിലാകുന്നുണ്ടോ? ഇതാ യഥാർത്ഥ പഠിപ്പീര്. സ്തോത്രം. അല്ലാതെ പാപം എത്ര വേണമെങ്കിലും ചെയ്തോ നാം കൃപയ്ക്ക് മറവില്ല എന്ന് പറയുന്ന പഠിപ്പിക്കൽ തെറ്റാ. സ്തോത്രം. പാപം എത്ര വേണമെങ്കിലും ചെയ്തോ നാം കൃപയ്ക്ക് മറവില്ല എന്ന് പറയുന്ന പഠിപ്പിക്കൽ തെറ്റാ. അതുകൊണ്ടാ പൗലോസ് പറയുന്ന ഒരു നാളും അരുത്. ചോദ്യം അവിടെ കൊടുത്തിട്ടുണ്ട്, ഉത്തരം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉത്തരം പഠിപ്പിക്കാതെ അവർ വേറെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നാളും അരുത്. സ്തോത്രം. പുതിയ നിയമത്തിനകത്ത് 100-ൽ കൂടുതൽ പ്രാവശ്യം കൃപയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റെഫറൻസ് എല്ലാം ഞാനിപ്പോ എടുക്കുന്നില്ല. റെഫറൻസ് വേണമെങ്കിൽ ചർച്ച കഴിയുമ്പോൾ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. പുതിയ നിയമത്തിനകത്ത് 100-ൽ കൂടുതൽ പ്രാവശ്യം കൃപയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എത്ര പ്രാവശ്യം കൃപയെ കുറിച്ച് കണ്ടിട്ടുണ്ട്? സ്തോത്രം. കണ്ടിട്ടുണ്ട്. പുതിയ നിയമത്തിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ കൃപയെ കുറിച്ച് എത്ര പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്? 100-ൽ കൂടുതൽ പ്രാവശ്യം കൃപയെ കുറിച്ച് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 15:11, 20:24, റോമർ 3:24, 5:2, 5:21, 2 കൊരിന്ത്യർ 8 അധ്യായം 9 വാക്യം, അങ്ങനെ കുറെ വാക്യങ്ങൾ കിടക്കുകയാണ്. കൃപയെ കുറിച്ച് ഒരുപാട് വാക്യങ്ങൾ ഇതിനകത്തുണ്ട്. നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ വായിക്കണം. സ്തോത്രം. ദൈവത്തെ അറിയാത്ത പാപിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ കൃപ നമ്മളിലേക്ക് ഒഴുകി വരികയാണ്. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും ഒരു മേഖലയിൽ നാം വീണ് പോയിട്ടുണ്ടെങ്കിൽ ദൈവകൃപ നമ്മളിലേക്ക് വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. കൃപയുടെ മറവിൽ നിനക്ക് പാപം ചെയ്യാൻ പറ്റത്തില്ല. കൃപയുടെ മറവിൽ നിന്നെ തളർത്തുന്ന സാത്താന്റെ ശക്തികൾ തെറിച്ചു പോകും. മനസ്സിലാകുന്നുണ്ടോ? കൃപയുടെ മറവിൽ നിനക്ക് പാപം ചെയ്യാനല്ല, കൃപയുടെ മറവിൽ നീ നിലനിൽക്കും. കൃപയുടെ മറവിൽ നീ ജീവിക്കും. കൃപയുടെ മറവിൽ നിനക്ക് നിത്യജീവൻ ഉണ്ടായിരിക്കും. കൃപ നിനക്ക് ജീവൻ നൽകും. ഹല്ലേലൂയ. സ്തോത്രം. റോമർ 6 അധ്യായം 12 വാക്യം വേഗത്തിൽ വായിച്ചു. റോമർ 6:12. നിർത്തി വായിക്കണേ ആന്റി. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കുകയും വരുന്നത്. പിന്നെ എന്താ ചെയ്യണം? നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ അവയവങ്ങളായും ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവേൻ. കൃപ നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, കൃപയുടെ മറവിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, ഇനി പാപം ചെയ്യാമെന്നല്ല പഠിപ്പീര്, മറിച്ച് നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് മുമ്പിൽ സമർപ്പിപ്പീൻ. സ്തോത്രം. ഹല്ലേലൂയ. കണ്ണുകൊണ്ട് നിനക്കൊരു പാപം ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് തോന്നിപ്പിക്കുന്ന ഒരു അൺക്ലീൻ സ്പിരിറ്റ് ഉണ്ട്. സ്തോത്രം. നിന്റെ നാവ് കൊണ്ട് നിന്നെ പാപം ചെയ്യിപ്പിക്കുന്ന ഒരു അൺക്ലീൻ സ്പിരിറ്റ് ഉണ്ട്. ആമേൻ. ഈ അശുദ്ധാത്മാക്കൾ നിന്നെ ഇതിനു വേണ്ടി പ്രേരിപ്പിക്കുമ്പോൾ മനസ്സിലാക്കുക, ഞാൻ കൃപയുടെ മറവിലാണെങ്കിൽ എനിക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റത്തില്ല. കൃപയുടെ മറവിലാണെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. പ്രിയരെ, നിന്റെ ശരീരത്തിലെ ഏതെങ്കിലും അവയവങ്ങൾ കൊണ്ട് നീ അനീതിയുടെ ആയുധങ്ങളായി അതിനെ നീ പ്രവർത്തിപ്പിക്കുന്നുണ്ടെങ്കിൽ നീ കൃപയുടെ മറവിലല്ല. സ്തോത്രം.
ആമേൻ. ആണോ? ആണോ? നമ്മളെല്ലാം അങ്ങനെ ആയിരുന്നു. സ്തോത്രം. ഞാൻ അങ്ങനെ ആയിരുന്നു, എനിക്ക് പറയാം, അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ പ്രസംഗിക്കുന്നത് വണ്ണം ജീവിക്കാൻ വേണ്ടി പ്രസംഗത്തിന് ശേഷം എൻ്റെ അവയവങ്ങളെ ഞാൻ മരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അത് എനിക്ക് ചങ്കുറ്റത്തോടെ ഇവിടെ നിന്ന് പറയാൻ പറ്റും. സ്തോത്രം. ചെയ്തതേ പറയാൻ പാടും. സ്തോത്രം. പൗലോസ് പറയുക, ഞാൻ പ്രസംഗിക്കേണ്ട വണ്ണം ജീവിക്കാൻ വേണ്ടി. ഞാൻ ഇവിടെ കൊടുക്കുന്ന മെസ്സേജുകൾ നിങ്ങൾ കേൾക്കുന്നതല്ലേ? ആ മെസ്സേജ് പോലെ തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്റെ ജഡം അനുവദിക്കുന്നില്ല എങ്കിൽ, ആമേൻ, സ്തോത്രം, ആ ജഡത്തിലെ അവയവത്തെ ഞാൻ മരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. സ്തോത്രം. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, കേൾക്കുന്ന മെസ്സേജിന് ഒരു ഒത്തവണ്ണം നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ആമേൻ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ ഒരു ദൂത് ഞാൻ കൈമാറുകയാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഏത് മെസ്സേജ് ഞാൻ ഇവിടെ കൊടുത്തോ അതേ മെസ്സേജ് കൊടുത്തതിന്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ അതേ ദിവസം തന്നെ അതേ അളവിൽ എനിക്ക് ശോധന കടന്നു വരും. ആമേൻ, സ്തോത്രം. ആമേൻ. ഏത് രീതിയിലാണോ ശോധന കടന്നു വരുന്നത്, അത് ഏത് അവയവം കൊണ്ടാണോ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ ആമേൻ ചെയ്യേണ്ടത്, ആ അവയവത്തെ പരിശുദ്ധാത്മാവിൽ ഞാൻ മരിപ്പിക്കും. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളെ കുറിച്ച് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. വെറുതെ വചനം കേട്ടേച്ച് കയറി ഇറങ്ങി പോകരുത് കേട്ടോ. കേൾക്കുന്ന വചനം അതുപോലെ പ്രവർത്തിക്കുവാൻ നിന്റെ ജഡം നിനക്ക് വഴങ്ങുന്നില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ ജഡത്തിലെ പരിശുദ്ധാത്മാവിന് വേണ്ടി ഒന്ന് വിട്ടുകൊടുക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുകയാ. സ്തോത്രം, 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 സ്തോത്രം. നീ നിന്റെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി സമർപ്പിച്ചാൽ ആ ആയുധങ്ങളിൽ കൂടി സാത്താന്റെ തലയെ തകർത്ത് ഇവിടെ ഒരു രാജ്യമെന്ന ദൈവം പറയും. ഹല്ലേലൂയ. നമ്മളൊരു സാധാരണ മനുഷ്യരല്ല പ്രിയപ്പെട്ടവരെ. അസാധാരണ ശക്തി അകത്ത് നിലകൊള്ളുന്ന കുടികൊള്ളുന്ന ഒരു മൺകൂടാരമാണ് നമ്മുടെ കൂടാരം. തിരിച്ചറിയുന്ന നമുക്കൊക്കെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. സ്തോത്രം. അതിന്റെ 13-ാമത്തെ വാക്യം വായിച്ചാൽ റോമർ 6:13. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. അപ്പൊ ഒന്ന് സമർപ്പിച്ചാൽ, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, ശരീരത്തിന്റെ, ഈ ശരീരം എന്തുവാ? ദൈവത്തിന്റെ മന്ദിരമാണ്. ഇത് ദൈവത്തിന്റെ ആലയമാണ്. ഇത് എന്റെ അല്ല, നിങ്ങളുടെ അല്ല. ആരുടെയാ? യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അന്ന് മുതൽ ഇത് ദൈവത്തിന്റെ ആലയമാണ്, ദൈവത്തിന്റെ മന്ദിരമാണ്. ഇതിനകത്ത് ഒരൊറ്റ അവയവം നമ്മുടേതല്ല. അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? ഓരവയവങ്ങളും നമ്മുടേതല്ല. ഈ അവയവങ്ങളെല്ലാം ദൈവത്തിൻ്റെതാ. ഇനി അടുത്തത്, ഇത് ഈ അവയവങ്ങൾ നിങ്ങൾ പാപത്തിനു വേണ്ടി സമർപ്പിച്ചാലേ അവനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് പോയിന്റ് മനസ്സിലായോ? കണ്ണ് സമർപ്പിച്ചാലാണ് കണ്ണ് അവന് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? നാക്ക് ഒരാളെ കുറിച്ച് പരിഹസിക്കാനോ ബോഷ്ക്ക് പറയാനോ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പിശാച് അതിൽ കൂടെ അകത്ത് കയറാം. മനസ്സിലാവുന്നുണ്ടോ? കണ്ണ് മോഹിക്കരുതെന്ന് പറയുമ്പോൾ മോഹിക്കുമ്പോൾ പിശാചിന് അതിൽ കൂടെ അകത്ത് കയറാം. ഇയ്യോബിനെ പരീക്ഷിക്കാൻ സ്വർഗത്തിനകത്ത് പോയിട്ട് അനുവാദം ചോദിച്ചവനാ പിശാച്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ നിന്റെ ഒരു ആവശ്യത്തിന്റെ നടുവിൽ നീ കിടന്ന് നിലവിളിക്കുമ്പോൾ, ഉത്തരം കിട്ടാത്ത പ്രതിസന്ധിയുടെ മുമ്പിൽ കിടന്ന് നീ ഇങ്ങനെ പരതുമ്പോൾ, അപ്പ എന്ന് യേശുവേ എന്ന് നീ 50 ദിവസം ഓടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് ചില വിഷയത്തിന്മേൽ മറുപടി ലഭിക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? കർത്താവിന് നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, നിന്നോട് ഇടപെടാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. അവൻ പെറ്റ തള്ളയെക്കാട്ടിലും അപ്പുറമായി നിന്നെ സ്നേഹിക്കുന്നവനാ. പെറ്റ തള്ള ഏറ്റവും സ്നേഹം തന്നില്ലെങ്കിലും നിന്നെ സ്നേഹിക്കുന്ന തമ്പുരാനാ യേശു കർത്താവ്. അവന് നിന്നെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യണം, അവന് നിന്നെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹമുള്ള സമയത്ത് ശത്രു പറയും നോ നോ. നിനക്കിത് എങ്ങനെ ചെയ്യാൻ സാധിക്കും? കാരണം അവന്റെ കണ്ണ് ഇന്നലെ എനിക്ക് വേണ്ടി
പ്രവർത്തിച്ചു. സോ ഈ കണ്ണ് വെച്ച് അവൻ ക്ലെയിം ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അവന്റെ ചിന്ത ഇന്നലെ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. നിന്റെ മൈൻഡ് വെച്ച് അവൻ ക്ലെയിം ചെയ്യും. സ്തോത്രം, സ്തോത്രം. ഇല്ലേ? നീ സാത്താന് നിന്റെ അവയവങ്ങളെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വെച്ചിരിക്കുന്ന അവയവങ്ങളെ ചേർത്ത് വെച്ച് ക്ലെയിം ചെയ്യും, ഇവൻ എന്റേതാന്ന് പറഞ്ഞു. ഈ വചനം നിങ്ങൾ ആഴത്തിൽ പ്രാർത്ഥിച്ച് മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങളുടെ കണ്ണുകൊണ്ട്, നിങ്ങളുടെ നാക്കുകൊണ്ട്, നിങ്ങളുടെ ചെവികൾ കൊണ്ട്, നിങ്ങളുടെ അധരങ്ങൾ കൊണ്ട്, ഹാലിൽ മറ്റു അവയവങ്ങൾ കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പാപങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, ശത്രുവിന് ക്ലെയിം ചെയ്യാൻ നിങ്ങൾ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആമേൻ. നിങ്ങൾ സമർപ്പിക്കാതെ അവന് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, സാത്താനെ നിങ്ങൾ അനുസരിക്കാതെ സാത്താനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടല്ലേ യൂദായുടെ ജീവിതത്തിൽ യൂദ സാത്താനെ അനുസരിച്ചത് കൊണ്ടാണ് യൂദായുടെ ജീവിതത്തിൽ സാത്താൻ അകത്ത് കയറിയത്. അല്ലേ? യേശുവിന്റെ കൂടെ നടക്കുകയായിരുന്നു യൂദ. പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? അവനെ ഏൽപ്പിച്ച് യേശു എന്നും പറയുന്ന വാക്കുകൾ, ഇതേപോലെ പറയുന്ന പ്രസംഗങ്ങൾ എല്ലാം യൂദ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും യൂദയുടെ ദ്രവ്യാഗ്രഹം മനസ്സിലാക്കിയ യേശു പറയുന്നുണ്ട്, ദ്രവ്യാഗ്രഹികൾ സ്വർഗരാജ്യത്ത് പോകത്തില്ലെന്നും. ആമേൻ, സ്വന്തം ദ്രവ്യാഗ്രഹത്തെ കുറിച്ച് ഒരുപാട് മെസ്സേജുകൾ യേശു തന്നെ അവിടെ കൊടുക്കുന്നുണ്ട്. ആർക്കെന്നറിയോ? യൂദയ്ക്ക് കുത്ത് കിട്ടുക. ഇതാ കുത്തുപ്രസംഗം എന്ന് പറയുന്നത്. ഇതിനെ കുത്തുപ്രസംഗം എന്ന് പറയാം. ചില ഭാഷമാരെ പ്രസംഗിക്കുമ്പോൾ എനിക്കുള്ള കുത്താന്ന് പറയാറില്ലേ? കുത്ത കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. യേശു യൂദ അടുത്തിരിക്കുമ്പോഴെല്ലാം കുത്തി പ്രസംഗിക്കും. ആമേൻ. പണസഞ്ചി, ധനവാന്റെ കാര്യം, സമ്പത്തിന്റെ കാര്യം, ഇതെല്ലാം പ്രസംഗിച്ചുകൊണ്ടിരിക്കും. ഇത് ഇവന് കൊള്ളാൻ വേണ്ടിയിട്ടാ. ഇവൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിലും ഇവൻ പിശാചിനെ അനുസരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പിശാചിന് ക്ലെയിം ചെയ്യാൻ അവൻ വകയുണ്ടാക്കി കൊടുത്തു. ഇവന്റെ അകത്തോട്ട് കയറി വെൽക്കം ചെയ്തു, സമർപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് യൂദയ്ക്കകത്ത് പിശാച് കയറിയത്. അല്ലേ? യേശുവിന്റെ ശിഷ്യനല്ലേ പത്രോസ്? പത്രോസ് എത്ര വട്ടം തള്ളി പറഞ്ഞു? 3 വട്ടം തള്ളി പറഞ്ഞു. അതേ 3 വട്ടം തള്ളിപ്പറഞ്ഞ പത്രോസ് അതുപോലെ നെടുമ്പാട് വീണ് കരഞ്ഞു. അപ്പാ, തള്ളിപ്പറഞ്ഞു പോയി, എന്നോട് ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ അവൻ കരയുന്ന പ്രിയപ്പെട്ടവന്റെ മുമ്പിൽ അവന്റെ കണ്ണുനീർ തുള്ളികൾ അവന്റെ കവിൾത്തുടത്തിൽ കൂടി ഒഴുകുന്നത് കണ്ടപ്പോൾ എന്റെ അരുമനാഥന് അടങ്ങിയിരിക്കാൻ സാധിച്ചില്ല. അവനെ ചേർത്ത് നിർത്തി. ഇന്ന് പകൽക്കാലം എവിടെങ്കിലും വീണുപോയിട്ടുണ്ടെങ്കിൽ പത്രോസിനെ പോലെ തിരികെ വരാൻ വേണ്ടി നീ കരയ. യൂദായെ പോലെ നീ അതിനെക്കുറിച്ച് അനുദപിക്കാതെ പോയി കഴിഞ്ഞാൽ, സ്തോത്രം, അപ്പനോട് തെറ്റേറ്റു പറയാൻ പോകാതിരുന്നു കഴിഞ്ഞാൽ, അവസാനം വാങ്ങിച്ച കാശ് പോലെ യൂദായ്ക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. അവൻ കെട്ടി തൂങ്ങി ചത്തെന്ന് മാത്രമല്ല, കെട്ടിയ കമ്പ് പോലെ ഒടിഞ്ഞ് താഴെ വീണ് കുടല് പുറത്ത് വന്നെന്നാ പറയുന്നത്. ഒരു നരകിച്ച മരണം. 6:13 വായിച്ച്, 13-ന്റെ 2-ാമത്തെ ലൈൻ വായിച്ചേ. മരിച്ചു. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു. അപ്പൊ എന്താ ഈ മരിച്ചിട്ട് ജീവിപ്പിക്കാന്ന് പറഞ്ഞത്? അതല്ല, മരിച്ചിട്ട് ജീവിച്ചിട്ട് വേണം നമ്മുടെ ശരീരം നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കാൻ. അങ്ങനെയല്ല പറഞ്ഞേ. എന്ത് മരിച്ചിട്ട് ജീവിപ്പിക്കാന്ന് പറഞ്ഞ? നമുക്ക് ഇനി മരിച്ചിട്ട് ജീവിക്കാൻ പറ്റുമോ? ഇനി ഒരു ജീവൻ ഉണ്ടെങ്കിൽ നിത്യത്തിലല്ലേ ഉള്ളൂ. ഇവിടെ എങ്ങനെയാ മരിച്ചിട്ട് ജീവിക്കുക? ഇവിടെ എങ്ങനെയാ മരിച്ചിട്ട്? അറിയുന്നവരൊന്ന് പറഞ്ഞേ, ഇവിടെ എങ്ങനെയാ മരിച്ചിട്ട് ജീവിക്കുക? എന്തോ? സ്നാനം. മരിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ക്രൂശിൽ യേശു മരിച്ചതുപോലെ വെള്ളത്തിലേക്ക് മുങ്ങുന്നു. അതിനെ മരണം കാണിക്കുന്നത്. ഉയർത്തെഴുന്നേൽക്കുന്നതിനെ ജീവനെ കാണിക്കുന്നത്. മനസ്സിലായി? പൊങ്ങി വരുന്ന ജീവനെ കാണിക്കുന്നു. മരിച്ചിട്ട് ജീവിച്ചതിന് ശേഷം വെള്ളവസ്ത്രം അങ്ങോട്ടും ഇങ്ങനെ കണ്ടിട്ടില്ല, നാട്ടിലെ കടവത്തൊക്കെ സ്നാനപ്പെടുമ്പോൾ ഇങ്ങനെ ഒരു തുണിയൊക്കെ വിരിച്ചു വെച്ച് അതിനകത്തോട്ട് പോയി ഡ്രസ്സ് മാറി വെള്ളം എടുത്തിട്ട് വരുന്നത്. സ്തോത്രം. അങ്ങനെ ഉടുത്തിട്ട് വന്നാൽ മാത്രം പോരാ, അന്നൊരു പ്രതിജ്ഞ ചെയ്യണം. എൻ്റെ അവയവങ്ങളെ ഞാൻ നീതിയുടെ അവയവങ്ങളായി സമർപ്പിക്കുന്നു. എന്നിട്ടും അതേപോലെ ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. കാരണം നിങ്ങൾ ദൈവം ഉദ്ദേശിച്ച വാഗ്ദത്തത്തിലേക്ക് വരാതിരിക്കാൻ പിശാച് നിങ്ങളെ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്.
അതിൽ നിങ്ങൾ മാറി വരണം. സ്തോത്രം, 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 സ്തോത്രം. അപ്പൊ എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയോ ഈ രണ്ട് കാര്യങ്ങൾ? അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണം. ഇന്ന് തീരുമാനം എടുക്കാൻ പറ്റുമോ? ലിസൺ ടു മീ ഹിയർ, ലിസൺ ടു മീ ഹിയർ. എല്ലാവരും ശ്രദ്ധിക്കുക. നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെ സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇന്ന് നിങ്ങൾ അത് സമർപ്പിക്കുന്നതാണെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ ഒരു കാര്യം ഉറപ്പാ, ഇന്ന് രാത്രി നിങ്ങളെ കൊണ്ട് അതേ അവയവത്തെ കൊണ്ട് പാപം ചെയ്യിക്കാൻ പിശാച് വരും. ഞാൻ ഈ പറഞ്ഞതിൽ ഒരു മാറ്റം ഉണ്ടാവും. നോക്കിയോ, ഇന്ന് നിങ്ങളുടെ ബലഹീനത എവിടെയാണോ ആ ബലഹീനതയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ ഏൽപ്പിച്ചാൽ ഇന്ന് രാത്രി തന്നെ പിശാച് അതിനകത്ത് പ്രലോഭനമായി വരും. അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഓരോ ദിവസവും ജഡത്തെ മരിപ്പിച്ച്, അവയവങ്ങളെ മരിപ്പിച്ച് ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് ചങ്കൂറ്റമുണ്ട്? ഹല്ലേലൂയ. ദൈവം ഇല്ല എന്ന് പറയുന്ന കാലഘട്ടമായി ഈ കാലഘട്ടം. സ്തോത്രം. ദൈവം ഇല്ല എന്ന് പറയുന്ന ഡാർവിന്റെ സിദ്ധാന്തത്തിൽ ആമേൻ സ്തോത്രം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായി ഈ കാലഘട്ടം. സ്തോത്രം. എന്റെ അപ്പൻ ദൈവമാണെന്ന് പറയുന്നതിന് പകരം എന്റെ അപ്പൻ കൊരങ്ങനാന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന കാലഘട്ടമായി ഈ കാലഘട്ടം. സ്തോത്രം. എനിക്ക് പറ്റത്തില്ല എന്റെ തന്ത കൊരങ്ങനാന്ന് പറയാൻ. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ അപ്പൻ ജീവിക്കുന്ന ദൈവമാ, അഖിലാണ്ടത്തെ നിർമ്മിച്ച ദൈവം, അഖില ലോകത്തെ നിർമ്മിച്ച ദൈവം. എന്റെ ആന്തരിക അവയവങ്ങളെ പോലും ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ സകലതും മെനഞ്ഞ ഡിസൈൻ ചെയ്ത ദൈവമായി എന്റെ ദൈവമെന്ന് അഭിമാനിക്കാൻ ഞാൻ തയ്യാറാണ്. സ്തോത്രം. ഹല്ലേലൂയ. അത് പരിണാമത്തിൽ കൂടി വന്നതാണെന്ന് ഞാൻ വിശ്വസിക്കാൻ തയ്യാറല്ല. ഹല്ലേലൂയ. ആമേൻ. എന്റെ അവയവങ്ങളെ ദൈവത്തിന്റെ ആയുധങ്ങളായി സമർപ്പിക്കുവാൻ തീരുമാനമെടുക്കുക. യുവതലമുറകളോട്, പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പരിശുദ്ധാത്മ നിറവിൽ ഞാൻ പ്രാർത്ഥനാ മുറിയിൽ ലഭിച്ച ദൂത് ഞാൻ പറയുക. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ന് നിങ്ങൾ ആ തീരുമാനമെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയൊരു മാറ്റം കർത്താവ് ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ കണ്ടിട്ടില്ല ചില ശുശ്രൂഷകന്മാര് അവൻ മെസ്സേജ് ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ സ്തോത്രം ഇങ്ങനെ പറയും, നോക്കാൻ പറയും, കണ്ണിലോട്ട് നോക്കാൻ പറയും. ഇല്ലേ? നോക്കാൻ പറയത്തില്ല ചേച്ചി? കണ്ണിലോട്ട് നോക്കാൻ പറയും. ഒരു ശുശ്രൂഷ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ. എന്റെ കണ്ണിലോട്ട് നോക്കാൻ പറയും. കണ്ണിലോട്ട് നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് അവിടെ രോഗസൗഖ്യം നടക്കും. കാരണം ഈ ശുശ്രൂഷകൻ ഈ കണ്ണിനെ മരിപ്പിച്ചതാ. ഈ കണ്ണിനെ മരിപ്പിച്ചിട്ട് ആയുധമായി ദൈവത്തിന് സമർപ്പിച്ചതാ. എന്ന് പറഞ്ഞാൽ ഈ കണ്ണ് ഒരു സ്ത്രീ പോകുമ്പോൾ മോഹിക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? മറ്റെന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആഗ്രഹിക്കത്തില്ല. ഈ കണ്ണിനെ ഇത് നാളെ നടക്കുന്ന സംഭവമല്ല, നാളെ നടക്കത്തില്ല. ഇത് സംഭവങ്ങൾ നടക്കുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഡെയിലി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത് കൊണ്ടുവരണം. എല്ലാ ദിവസവും നിങ്ങൾ ഇത് കൊണ്ടുവരണം. കണ്ണ് നിങ്ങൾക്ക് വീണ്ടും പ്രലോഭനം വരുന്ന സമയത്ത് ഞാൻ യേശുവിന്റെ അവയവമാണ് ഇത് എന്ന് പറഞ്ഞ് അതിനൊക്കെ മാറ്റുക. മനസ്സിലായോ? ആമേൻ. കൈ, കാല്, കണ്ണ്, മറ്റു അവയവങ്ങളെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എനിക്ക് സഹോദരന്മാരെ തന്നെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കുഞ്ഞുങ്ങളെല്ലാം ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഡീപ്പായിട്ട് പറയാൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. പക്ഷെ നിങ്ങൾ അത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവയവങ്ങൾ എന്ന് പറയുമ്പോൾ ഓൾ ബോഡിയാണ്. മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഹല്ലേലൂയ. സകലതും നിങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുക. നാളെ നിങ്ങൾക്ക് പ്രലോഭനം വരുന്ന ആ അവയവം പ്രലോഭനം വരുമ്പോ പെട്ടെന്ന് പറയണോ, ഇത് എന്റെ ദൈവത്തിന്റെ ആയുധമാ, ഇതുകൊണ്ട് എന്റെ ദൈവം പറഞ്ഞത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. യൗവനക്കാരാ, നിന്റെ യൗവനത്തിലെ ഭാര്യയിൽ സന്തോഷിച്ചു കൊള്ളുവിനെന്നാ പറയണത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് നിർത്തിക്കോണം. ഹല്ലേലൂയ. നിനക്ക് ഉപയോഗിക്കേണ്ടത് ഏതാ, നിനക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തത് ഏതാ എന്ന് ഒരു ആമേൻ സ്തോത്രം ലൈൻ വെച്ചിട്ട് കർത്താവ് വചനം പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുക. ആമേൻ. ദൈവഗീതമല്ലാത്ത ചിന്തകൾ, ദൈവഗീതമില്ലാത്ത ഇടപാടുകൾ, ദൈവഗീതമില്ലാത്ത ബന്ധങ്ങൾ, ദൈവഗീതമില്ലാത്ത ആമേൻ ഇടപാടുകൾ നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വരുന്നുണ്ടെങ്കിൽ ശത്രു നിന്റെ അകത്ത് ഒരു കൂട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നീ മറന്നു പോകരുതെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ആഹ്വാനം ചെയ്യുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുക. 11 വാക്യം, ഉൽപ്പത്തി 4:7 വേഗത്തിൽ വായിച്ച്. 11. ഞാൻ എന്റെ പ്രിയനുള്ളവൾ, അവന്റെ ആഗ്രഹം എന്നോടാകും. അടുത്തത് വായിച്ചേ. ഉൽപ്പത്തി 4:7. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു.
നീ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. ആമേൻ. അഗാപ്പ ക്രൈസ്റ്റ് ചർച്ചിനോട് പരിശുദ്ധാത്മാവ് ഇവിടെ ഇരിക്കുന്ന സകല വ്യക്തികളോട് ദൂത് പറയുകയാ. ആമേൻ. സ്തോത്രം. രണ്ട് ആഗ്രഹങ്ങളുടെ നടുവിലാണ് മനുഷ്യർ നിൽക്കുന്നത്. അവൻ പ്രിയന്റെ ആഗ്രഹം നിന്നോടാകുന്നു. ആമേൻ. അവൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. സ്തോത്രം. പാപത്തിന്റെ ആഗ്രഹം നിന്നോടാകുന്നു. അവൻ വാതിക്കൽ കിടക്കുന്നു. ഇന്ന് പകൽക്കാലം രണ്ട് ആഗ്രഹത്തിന്റെ നടുവിൽ നിൽക്കുന്ന മനുഷ്യഗണത്തെ നോക്കി പരിശുദ്ധാത്മാവ് പറയുക, ഏത് ആഗ്രഹത്തെ നീ ചൂസ് ചെയ്യും? ഓ റമന ശബന ഹംതന രഗഡഗന സിഹാല അത്തന രഗന സാംതനെ രഗശിയ രഗഡഗ സാംതനെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം. മനസ്സിലാക്കിക്കോ, സാത്താന്റെ അജണ്ട നിങ്ങൾ മനസ്സിലാക്കുക. ആമേൻ. ഇതിന് നിങ്ങൾക്ക് സാത്താന്റെ ഒരുപാട് തന്ത്രങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. എങ്ങനെയാ അറിയോ? ബാക്കി എങ്ങനെയാ പറയുന്നത്? നിങ്ങൾ സാത്താന്റെ തന്ത്രങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്നല്ല പറയുന്നത്. പേഴ്സണൽ പ്രയർ ആവശ്യമാണ്. പേഴ്സണൽ പ്രയറിൽ പ്രാർത്ഥനാ മുറിക്കകത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൻ സ്തോത്രം, ഈ ഭൂമണ്ഡലത്തിനകത്ത് അവൻ ആത്മമണ്ഡലത്തിനകത്ത് നടക്കുന്ന ചില പൈശാചിക പോരുകളെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ട് അവന്റെ അജണ്ടകളെ നമുക്ക് വെളിപ്പെടുത്തി തരും. ആ അജണ്ടകളെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെതിരെ ഫൈറ്റ് ചെയ്യുവാൻ, അതിനെതിരെ യുദ്ധം ചെയ്യുവാൻ അവൻ ഒരു ദൈവത്തിന്റെ പൈതൽ സഭയ്ക്കകത്ത് നിന്ന് എഴുന്നേൽക്കണം. മനസ്സിലാക്കുന്നുണ്ടോ? അത് നിങ്ങൾ പ്രാർത്ഥന മുറിക്കകത്ത് ഇരുന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അത് ദിനരാത്രങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആദ്യത്തെ പ്രാർത്ഥനയിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മണ്ഡലങ്ങൾ വെളിപ്പെട്ടെന്ന് വരത്തില്ല. രണ്ടാമത്തെ പ്രാർത്ഥനയിൽ ആത്മമണ്ഡലം വെളിപ്പെട്ടെന്ന് വരത്തില്ല. മൂന്നാമത്തെ പ്രാർത്ഥനയിലും ആത്മമണ്ഡലം വെളിപ്പെടത്തില്ല. നീ അത് ശീലമാക്കി കഴിഞ്ഞാൽ ഒരു രാത്രി ഒരു പകൽ ഏതെങ്കിലും ഒരു സമയത്ത് അവൻ സ്തോത്രം ഈ ആത്മമണ്ഡലത്തെ നിന്റെ കണ്ണുകൊണ്ട് നിനക്ക് കാണുവാൻ സാധിക്കുന്ന തലത്തിലേക്ക് ദൈവം നിന്റെ മുറിക്കകത്ത് ഇറങ്ങി വരും. അനുഭവം കൊണ്ടാ പറയുന്നത്. സ്തോത്രം. അനുഭവം കൊണ്ട്. സ്തോത്രം. വചനം എടുത്ത് നുണ പറയേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക്. സ്തോത്രം. ഹല്ലേലൂയ. ഈ പുൽപ്പറ്റിൽ നിന്ന് നുണ പറയേണ്ട ആവശ്യം എനിക്ക് ഇല്ലല്ലോ പ്രിയപ്പെട്ടവരെ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്റെ അവയവങ്ങളെ മരിപ്പിച്ചാൽ നീ ദർശനങ്ങൾ കാണും. നിന്റെ അവയവങ്ങളെ നീ ക്രിസ്തുവിന്റെ ആയുധങ്ങളാക്കിയ നീ ദർശനങ്ങൾ കാണും. നീ പ്രവചിക്കും. നീ ദൂത് പറയും. ഹല്ലേലൂയ. നീ വെളിപ്പാട് കാണും. ഹല്ലേലൂയ. നീ ഒന്ന് നോക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ ഏറ്റവും കൂടുതൽ പോരാടിക്കൊണ്ടിരിക്കുന്ന എന്റെ കണ്ണിനെയാ. സ്തോത്രം. ആമേൻ. ആമേൻ. ഞാൻ എന്തെന്റെ കണ്ണുകൊണ്ട് തീരുമാനമെടുക്കുമ്പോ അതേ കണ്ണിലേക്ക് പ്രലോഭനം വരും. സ്തോത്രം. പക്ഷെ ഞാൻ നാളുകളായിട്ട് അതിനു വേണ്ടി ഫൈറ്റ് ചെയ്ത് മരിപ്പിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. സ്തോത്രം. കണ്ണങ്ങ് മാറി കഴിയുമ്പോഴത്തേക്കും വായിലോട്ട് വരും. സ്തോത്രം. ഹല്ലേലൂയ. ആദരം കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കും. ഹല്ലേലൂയ. ആദരം കൊണ്ട് പറയിപ്പിക്കുമ്പോഴത്തേക്കും അവൻ ഇവനെന്നെ ക്ലെയിം ചെയ്യാൻ വേണ്ടി നിൽക്കുകയല്ലേ. എന്തെങ്കിലും ഒരു സംഭവം കൊടുക്കാൻ വേണ്ടി ദൈവം ഇങ്ങനെ കാത്തിരിക്കുമ്പോ ഗിഫ്റ്റും പൊതിഞ്ഞ് ദൈവം ഇങ്ങനെ വരുന്ന സമയത്ത് സാത്താൻ പറഞ്ഞു കൊടുക്കരുത്. അവൻ ഇന്നലെ ആദരം കൊണ്ട് എനിക്ക് വേണ്ടി പണി ചെയ്തിട്ടുണ്ടെന്ന് പറയും. സ്തോത്രം. അത് അവിടെ കൊണ്ട് ക്ലോസ് ആകും. കർത്താവിന് തരാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം ഞാൻ ആദരത്തെയും പിടിച്ചുകൊണ്ടിരിക്കുക. അവൻ നമ്മളെ കൊണ്ട് പെട്ടെന്ന് സാധിക്കത്തില്ല. ഒരു ദിവസം കൊണ്ട് സാധിക്കത്തില്ല. പക്ഷെ ഓരോ ദിവസവും കൊണ്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ബലഹീനത എന്താണോ ആ ബലഹീനതയെ ചൂഷണം ചെയ്യുന്ന പൈശാചിക ശക്തികൾ, നിങ്ങളുടെ ബലഹീനത എന്താണോ, നിങ്ങളുടെ വീക്ക്നെസ് എന്താണോ ആ വീക്ക്നെസ്സിൽ കയറി അവൻ നിനക്ക് നൽകി തരുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് പകൽക്കാലം ആത്മമണ്ഡലത്തിൽ കയറി നിന്ന് യുദ്ധം ചെയ്യാൻ എത്ര ദൈവമക്കൾക്ക് ധൈര്യമുണ്ട്. സാത്താന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് പോലെ. സാത്താന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പ് ഓഫ് സാത്താൻ. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഗബ്രിയേൽ മീഖായേൽ ദൂതന്മാരെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. ആരും കണ്ടിട്ടുണ്ട്? കേട്ടിട്ടുണ്ട്. കാണണം. സ്തോത്രം. ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക കാണാൻ വേണ്ടിയിട്ട്. പാപികളിൽ ഒന്നാമൻ എന്നാ പൗലോസ് പറഞ്ഞ. ഞാൻ ഈ പാപികളിൽ ഒന്നാമൻ എന്നാ പൗലോസ് പറഞ്ഞു. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് എന്താ പറഞ്ഞ? ഈ പാപികളിൽ ഞാൻ ഒന്നാമൻ. ആരും വിശുദ്ധന്മാരൊന്നും അല്ല. പക്ഷെ വിശുദ്ധിയെ തികയ്ക്കാൻ വേണ്ടി നമുക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? വിശുദ്ധിയെ തികയ്ക്കാൻ വേണ്ടി നമുക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിങ്ങനെ ചെയ്യും. എനിക്ക് കാണുന്ന ആഗ്രഹമുണ്ട്. എനിക്ക് ദൂതഗണത്തെ കാണുന്ന ആഗ്രഹമുണ്ട്. ദൂതന്മാരുമായിട്ട് സംഭാഷണം നടത്തുന്ന ആഗ്രഹമുണ്ട്. അവൻ സുഖം. മനസ്സിലായോ? ഇത് നടക്കും. നമ്മൾ ഈ മനുഷ്യരല്ലേ കാണുന്നുള്ളൂ? നോ, മനുഷ്യരല്ല, ദൂതഗണങ്ങളുണ്ട്, ഏഞ്ചൽസ് ഉണ്ട്. ഇവരുമായിട്ട് നമുക്ക് ആമേൻ സ്തോത്രം ഡിസ്കഷൻ നടത്താൻ പറ്റും. പ്രാർത്ഥന മുറിക്കകത്തോട്ട് വരാൻ പറ്റും. ഓജോബോർഡ് കളിച്ച് സാത്താനെ വരുത്തിപ്പിക്കാൻ പറ്റുകയാണല്ലോ സർവശക്തനായ ദൈവത്തിന്റെ ദൂതന്മാരെ വരുത്താൻ പറ്റാത്തത്, ദൈവം ഇറങ്ങി വരാൻ പറ്റാത്തത് എന്തുകൊണ്ട്? ഇന്ന് പകൽക്കാലം നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ഓജോബോർഡ് കളിക്കുന്നുണ്ട്. നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ഇരുന്നു കൊണ്ട് ഹല്ലേലൂയ അപ്പാ നീ എന്റെ സന്നിധിയിലേക്ക് ഇറങ്ങി വരണം. നിന്റെ പാദപീഠത്തിൽ ഞാൻ ഇരിക്കുന്നു. എനിക്ക് ദൂതന്മാരുമായി നീയുമായി ഒന്ന് സംസാരിക്കണമെന്ന് പറയുന്ന ഒരു കൃപയിലേക്ക് ഇറങ്ങി വാ. ഒന്ന് ഇറങ്ങി വാ. ദൈവം നിങ്ങളെ മറ്റൊരു തലത്തിലേക്ക് പറപ്പിച്ചു കൊണ്ടുപോകും. ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ, നിന്റെ വീക്ക്നെസ് മദ്യപാനമാണെങ്കിൽ അത് നിനക്കൊരു ലഹരിയാക്കി മാറ്റിത്തരും. അപ്പനറിയാതെ അമ്മയറിയാതെ, സ്തോത്രം, ഹല്ലേലൂയ, എന്തെങ്കിലും കാര്യങ്ങൾ നീ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ നിനക്ക് വീണ്ടും വീണ്ടും കൂട്ടിത്തരും. ഹല്ലേലൂയ, നിനക്ക് ലഹരിയാക്കി തരും. കുത്തഴിഞ്ഞ ലൈംഗികത, മറ്റു തരത്തിലുള്ള സെക്സ്വാലിറ്റി, അത്തരത്തിലുള്ള കാര്യങ്ങൾ നിനക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണോ നിന്റെ വീക്ക്നെസ് അതിലേക്ക് നിന്നെ കൊണ്ടുവന്ന് എത്തിച്ച് നിന്നെ പിശാചിന്റെ സ്വത്താക്കി മാറ്റുന്ന ഒരു ആത്മമണ്ഡലം സ്തോത്രം ഈ സഭയുടെ മുകളിലും സഭയ്ക്ക് പുറകിലും മറ്റു പല ഇടങ്ങളിലും, നിന്റെ കുടുംബത്തിന്റെ പുറത്തും നിന്റെ കുടുംബത്തിന്റെ ചുറ്റുപാടുകളിലും നീ പോകുന്ന ഇടങ്ങളിലും നിനക്ക് ചുറ്റിപ്പറ്റി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. വ്യഭിചാരങ്ങളിൽ കൂടെയും അവിഹിത ബന്ധങ്ങളിൽ കൂടെയും നിന്നെ തകർത്ത് കളയാൻ വേണ്ടി പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ആത്മമണ്ഡലത്തിൽ തിരിച്ചറിയണം, എന്റെ ശരീരം ദൈവത്തിന്റെ ആയുധമായി ഞാൻ സമർപ്പിക്കുകയാണ്. ഈ ശരീരത്തെ ക്ലെയിം ചെയ്യുവാൻ പിശാചിനെ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് ചങ്കുറ്റത്തോടെ നിൽക്കുവാൻ അവൻ എത്ര ദൈവത്തിന്റെ മക്കൾ ഈ അഗാപേ ക്രൈസ്റ്റ് ചർച്ചിനകത്ത് നിന്ന് എഴുന്നേൽക്കുമെന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുകയാ. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. എനിക്കറിയത്തില്ല, എനിക്ക് അങ്ങനെ ഇത് ഞാനിപ്പം പറഞ്ഞ പോലെയല്ല പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്നത്. ആമേൻ, സ്തോത്രം. ആമേൻ. പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഈ നിങ്ങളൊന്ന് ഇരിക്കുന്ന എനിക്ക് നിങ്ങളോട് അത്രയ്ക്ക് സ്നേഹമാ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളൊന്ന് പ്രാർത്ഥന കുറിക്കുന്നത് ഇരിക്ക്, നിങ്ങളൊന്ന് ദൈവസന്നിധിയിൽ മുഴങ്കാലം അടിക്കുന്ന ഇരിക്ക്. പരിശുദ്ധാത്മാവ് പറയുക, ഇതിൽ ആരോ ദൈവത്തിന് ചിലത് ചെയ്യുവാനുണ്ടെന്ന്. ഹല്ലേലൂയ. നീ പോലും അറിയാതെ, ശുശ്രൂഷിക്കുന്ന ഈ ശുശ്രൂഷകൻ പോലും അറിയാതെ, ആമേൻ, സ്തോത്രം, അറിയാതെ പിശാചിന്റെ ട്രാപ്പിൽപ്പെട്ടുകൊണ്ടിരിക്കുക, സാത്താന്റെ ട്രാപ്പിൽപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവജനം ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, അവൻ സ്തോത്രം, നിനക്ക് ഒരു വിടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിന്റെ അവയവങ്ങളെ ദൈവത്തിന്റെ ആയുധങ്ങളായി സമർപ്പിക്കുക. നിന്റെ അപ്പനും അമ്മയും പോലും വിചാരിക്കാത്ത തലത്തിലേക്ക് നിന്നെ ആത്മമണ്ഡലത്തിൽ എടുത്തുയർത്തി നിന്നെ കൊണ്ട് ചിലത് ചെയ്യിപ്പിച്ചെടുക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്നലെ നിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടല്ല, നിന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം നോക്കിയിട്ടല്ല, നിന്റെ നിറം നോക്കിയിട്ടല്ല, നിന്റെ വിദ്യാഭ്യാസം നോക്കിയിട്ടല്ല, പ്രിയപ്പെട്ടവരെ, അവൻ സ്തോത്രം, നിന്നെ കൊണ്ട് എന്റെ ദൈവത്തിന് ചെയ്തെടുക്കാനുണ്ട്. അതിന് നിന്നെ മൊത്തമായും എന്റെ ദൈവത്തിന് വേണമെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. നിന്റെ വിരലുകൾ ദൈവത്തിന് വേണം, നിന്റെ നാവ് ദൈവത്തിന് വേണം, നിന്റെ കണ്ണ് ദൈവത്തിന് വേണം, നിന്റെ ചെവി ദൈവത്തിന് വേണം, നിന്റെ ആദരം ദൈവത്തിന് വേണം, നിന്റെ സകല അവയവങ്ങൾ, നിന്റെ കാല്, നിന്റെ കൈയ്യ്, സകലതും നിനക്ക്, നിന്റെ തലച്ചോറ്, സകലതും എന്റെ ദൈവത്തിന് ആവശ്യമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. ആമേൻ. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം വായിച്ചേ. എല്ലാവരോടും സമാധാനം ആചരിച്ചും ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ലിസൺ ടു മീ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കിക്കോ, എല്ലാവരോടും സമാധാനം ആചരിക്കുക. ഒന്ന്, എല്ലാവരോടും സമാധാനം ആചരിക്കുക. രണ്ട്, സമാധാനം ആചരിച്ചത് കൊണ്ടോ, ദാനധർമ്മം ചെയ്തത് കൊണ്ടോ, സ്നേഹിച്ചത് കൊണ്ടോ, സൽക്കരിച്ചത് കൊണ്ടോ, സഹായിച്ചത് കൊണ്ടോ നീ ദൈവസന്നിധിയിൽ എത്തുമെന്ന് നീ വ്യാമോഹിക്കേണ്ട. മറിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്കുന്നോ ഉണ്ടോ എന്ന് പരിശുദ്ധാത്മാവ് നിന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറഞ്ഞത്? ഉത്സാഹിക്കാനാ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ശ്രമിക്കാനാ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. നാളെ നീ വിശുദ്ധനാകുമെന്ന് നിനക്ക് സർട്ടിഫൈ ചെയ്യാൻ പറ്റത്തില്ല, അത് കർത്താവാ സർട്ടിഫൈ ചെയ്യുന്നത്. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കിക്കൊള്ളുക. ആമേൻ. സ്തോത്രം. ഉത്സാഹിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? ശ്രമിക്കാൻ നിനക്ക് മനസ്സുണ്ടോ?
ഇന്ന് കേട്ട വചനത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് അവൻ അവയവങ്ങളെ മരിപ്പിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ? നീ ശ്രമിക്കുന്നുണ്ടോ? ഇതാ കർത്താവ് നോക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അവൻ പ്രലോഭനം വരുന്ന അവയവം ഏതാണോ ആ അവയവത്തെ ദൈവത്തിന്റെ ആയുധമായി സമർപ്പിക്കാൻ നിനക്ക് ഉത്സാഹമുണ്ടോ? ഇതാ തമ്പുരാൻ നോക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഉത്സാഹത്തെ നോക്കി, നിന്റെ പരിശ്രമത്തെ നോക്കി, നിന്റെ ശ്രമത്തെ നോക്കി അവൻ നിന്നോട് ഇടപെടുന്ന കർത്താവ്. അവൻ നീ ഏത് മണ്ഡലത്തിലാണോ നിൽക്കുന്നത്, ഏത് ബലഹീനതയിലാണോ നിൽക്കുന്നത്, ആ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ ആത്യന്ത ശാഖത. എനിക്കറിയത്തില്ല എങ്ങനെ കൺക്ലൂഡ് ചെയ്യണമെന്ന്, വൈൻഡപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അവൻ മറ്റൊരു തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുകയാ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ആത്മമണ്ഡലത്തിനകത്ത് പിശാച് കാലിൽ ഒരുക്കി വെച്ചിരിക്കുന്ന കെണിക്കകത്ത് തലമുറകൾ പെടരുത്. യോസഫിന്റെ മുമ്പിലേക്ക് പോത്തിഫറിന്റെ ഭാര്യ അവൻ സ്തോത്രം ബലഹീനതയിലേക്ക് പ്രലോഭനമായിട്ട് കടന്നു വന്നു, ഇല്ലേ? കടന്നു വന്നപ്പോ അവൻ കൃപയാ അവൻ അതിനെ എതിർത്തു നിന്നു. കൃപയാൽ അവൻ അതിനെ എതിർത്ത് നിന്നു. സ്തോത്രം. വിലാപങ്ങളുടെ പുസ്തകങ്ങളിൽ പറയുന്നു യൗവനക്കാർ തിരികല്ല് ചുമക്കുന്നു. യെശയ്യാവ് പ്രവചനത്തിൽ പറയുന്നു തിരികല്ല് എന്ന് പറയുന്നത് മാവ് പൊടിക്കുന്ന കല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും യൗവനക്കാര് അവൻ ഭാരമുള്ള കല്ലുകൾ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. അവൻ സ്വന്തം അവന്റെ ദൈനംദിന ജീവിതത്തിൽ അവൻ പല്ല് തെക്കാൻ പോകുമ്പോൾ അവൻ അരി പൊടിക്കുന്ന കല്ല് തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നു. അവൻ കുളിക്കാൻ പോകുമ്പോൾ തലയിൽ അരി പൊടിക്കുന്ന കല്ല് ചുമന്നുകൊണ്ട് നടക്കുന്നു. ഈ കല്ലിനെ ഉപമിച്ചിരിക്കുന്നത് ദുശീലങ്ങളെയാണ്. ഈ കല്ലിനെ തിരികല്ലിനെ ഉപമിച്ചിരിക്കുന്നത് ദുശീലങ്ങളെയാണ്, അനാവശ്യ ചിന്തകളെയാണ്, അനാവശ്യ ബന്ധങ്ങളെയാണ്, അവിഹിത ബന്ധങ്ങള്, അവൻ സ്വന്തം ദൈവഹിതമല്ലാത്ത അവൻ സ്വന്തം ഏർപ്പാടുകളെ, അവൻ സ്വന്തം ദൈവഹിതമില്ലാത്ത ഇടപാടുകളെയാണ് ഈ തിരികല്ല് എന്ന് പറയുന്നത് അവൻ സ്വന്തം ഉപമിച്ചിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം യൗവനക്കാരനായ യോസഫിന്റെ മുമ്പിലേക്ക് പ്രിയ സഹോദര കടന്നു വന്നിരുന്ന ഒരു തിരികല്ലായിരുന്നു പോത്തിഫറിന്റെ ഭാര്യ. പോത്തിഫർ അറിയാതെ അവൻ ഈ പോത്തിഫറിന്റെ ഭാര്യയുമായിട്ട് ഒരു റിലേഷൻ അവൻ ഈ യോസഫിന് വേണമെങ്കിൽ വെക്കാമായിരുന്നു, അല്ലെ സഹോദര സഹോദരി, അല്ലെ? വെക്കാമായിരുന്നു. സ്വതന്ത്രം അത് വെച്ചിട്ട് അവൻ സ്വതന്ത്രം പോത്തിഫറിനെ അറിയിക്കാതെ ഈ ബന്ധം കൊണ്ടു നടക്കുന്നതിനെ പറയുന്ന പേരാ തിരികല്ല് എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ അവൻ യോസഫ് വശീകരിക്കാൻ വന്ന പോത്തിഫറിന്റെ ഭാര്യയോട് പറഞ്ഞു, ഈ വീട്ടിലുള്ള സകലത്തിലും എനിക്ക് അധികാരം യജമാനൻ തന്നിട്ടുണ്ട്, നിന്നെ ഒഴികെ സകലത്തിലും എനിക്ക് അധികാരം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോസഫിന് അറിയാമായിരുന്നു എന്റെ ഏതാണെന്നും എന്റെ അല്ലാത്തത് ഏതാണെന്നും അറിയാനുള്ള ദൈവകൃപ യോസഫിന് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രിയ യുവാവേ, പ്രിയ യുവതിയെ, തലമുറകളെ, നിങ്ങൾ എന്നൊക്കെ പരിശുദ്ധാത്മ പറയുക, വഷളത്വം നിറഞ്ഞ, മ്ലേച്ഛത നിറഞ്ഞ, അന്ധകാരം പിടിച്ച, പൈശാചികം നിറഞ്ഞ ഈ മണ്ഡലത്തിനകത്ത് നിന്നെ പ്രലോഭിപ്പിക്കുന്ന, നിനക്ക് ആരും അറിയാതെ കൊണ്ടുതരുന്ന ചില പൈശാചിക ഗിഫ്റ്റുകളെ നീ സ്വീകരിക്കാതെ റിജക്ട് ചെയ്യുക. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ആയുധങ്ങളായി അവയവങ്ങളെ സമർപ്പിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വലിയ മർമ്മം വെളിപ്പെടുത്തുകയാണ്. ഇന്ന് നീ അത് സമർപ്പിച്ചാൽ നാളെ ഞാൻ നിന്നെ പണിയുവാൻ ഒരുക്കമായി നിൽക്കുകയാ. ഇന്ന് നീ നിന്റെ അവയവങ്ങളെ എനിക്ക് വേണ്ടി സമർപ്പിച്ചാൽ അവൻ പ്രലോഭനങ്ങൾ കടന്നു വരുമ്പോൾ പ്രലോഭനത്തെ ജയിച്ച് നീ നിന്റെ അവയവങ്ങളെ എനിക്ക് ആയുധങ്ങളാക്കി സമർപ്പിക്കുമെങ്കിൽ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് ആത്മാവിൽ ദൂത് വിളിച്ചു പറയുകയാ. അവൻ സ്തോത്രം, ഹല്ലേലൂയ. നീ പോലും അറിയാത്ത മണ്ഡലങ്ങളിലേക്ക്, അവൻ സ്തോത്രം, നിന്റെ മാതാപിതാക്കൾ പോലും നിന്നെ കുറിച്ച് ഡ്രീം കാണാത്ത മറ്റൊരു മണ്ഡലങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ എടുത്തുകൊണ്ടുപോയി ചില അവൻ വീര്യ പ്രവർത്തികൾ ഈ ഭൂമിയിൽ ചെയ്യിപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. ഓ ജീസസ്, അറിയും മുൻപേ നിത്യതയിൽ കണ്ടു ഹല്ലേലൂയ. അറിയും മുൻപേ
നിത്യതയിൽ കണ്ടു എന്നെ. ആമേൻ. നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കാൻ എത്ര പേർ തയ്യാറാണ്? ഈ ഒരു നിമിഷം നിങ്ങൾക്ക് അതിനുവേണ്ടി ആമേൻ സമയം തരികയാണ്. സ്തോത്രം. നിങ്ങളുടെ അവയവങ്ങളെ ബോഡി മൊത്തം കർത്താവിന് വേണ്ടി സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങളുടെ ശരീരത്തിന്മേൽ വലിയൊരു ക്രിയ ചെയ്യാൻ പോകുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. യെസ്. സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ, സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ, സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ, 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 ആമേൻ. അനീതിയുടെ ആയുധങ്ങളായി ആണ് ഇത്രയും നാളും സമർപ്പിച്ചതെങ്കിൽ അത് ഞാൻ എടുത്തു മാറ്റുന്നു. ഇന്നു മുതൽ ഞാൻ നീതിയുടെ ആയുധങ്ങളായി എന്റെ ശരീരത്തിലെ അവയവങ്ങളെ സമർപ്പിക്കുന്നു എന്ന് ഒന്ന് ഏറ്റു പറഞ്ഞാട്ടെ.